കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1, 2 പേര് ചോദിച്ചു അതിൻ്റെ ചെറിയൊരു റെസിപ്പി പോലെ ഒന്ന് ചെയ്യാമോയെന്ന്. അപ്പോൾ അതേ വീഡിയോ വെച്ച് തന്നെ ഞാനൊരു ചെറിയൊരു ലെങ്തി വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റേർഡ് സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് 150 ഗ്രാം കസ്റ്റേർഡ് പൗഡർ, 1.5 ഗ്ലാസ് പാല്, അതുപോലെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ആപ്പിൾ, അതുപോലെ കിവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒക്കെ ആഡ് ചെയ്ത്, ഉണക്കമുന്തിരി, പൈൻ നട്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ ബദാം, നമുക്ക് എന്ത് വേണം ആഡ് ചെയ്യാം, കുഴപ്പമില്ല. വാൽനട്ടൊക്കെ ആഡ് ചെയ്തിട്ട് അവൈലബിലിറ്റി പോലെ നമുക്ക് ആഡ് ചെയ്തിട്ട് ആ ഫ്രൂട്ട്സിലേക്കും കൂടെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ രണ്ടും കൂടെ ആ സോസുമായിട്ടൊക്കെ ഒന്ന് മിക്സ്ഡ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇതേ കണക്കൊരു കാസറോളിനകത്ത് അടിയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തടവിയിട്ട്, പറ്റിയ ഗീ തന്നെ തടവിയാൽ നല്ലതായിരിക്കും, ബട്ടറോ ഗീയോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ ക്ലിങ് ഫിലിം വിരിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ ഈ ലിക്വിഡ് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് കസ്റ്റേർഡ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേ കണക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് തൊട്ട് മുകളിൽ കുറച്ച് പോംഗ്രാനൈറ്റിൻ്റെ കുറച്ച് സീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. സ്ട്രോബെറി ഒരു ഡിസൈനിൽ ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ഗ്രീൻ ആപ്പിളാണ് ഞാൻ സൈഡ് വെച്ചേക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും വെച്ച് എന്നെ ഗാർണിഷ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കസ്റ്റേർഡ് സോസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റേർഡിലേക്ക് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേ സമയത്ത് വെച്ചിട്ട് ഒരു ബീറ്റർ വെച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ അങ്ങ് കുക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അടി പിടിക്കാതെ നല്ല ഒരു കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ല അടിപൊളി കസ്റ്റേർഡ് സോസ് കിട്ടും. അതിലേക്ക് പിന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. പിന്നെ പ്ലേറ്റിംഗ് ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല, പ്ലേറ്റിംഗ് ആണ് മെയിൻ. ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലേറ്റിംഗ് തന്നെയാണ്. ഫുഡ് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ചൊല്ല് തന്നെ ഉണ്ട്, സ്മെല്ല്, അപ്പിയറൻസ്, ദെൻ ടേസ്റ്റ്. അങ്ങനെയാണ് ഒരു ഫുഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. പിന്നെ അതിൻ്റെ ഹണി ചേർത്ത് കൊടുക്കാം. നടുപ്പ് ഞാൻ ഹണി കാണിച്ചില്ലേ, ഹണി നമുക്ക് ഡിപ്പ് ചെയ്യാം, മിൽക്ക് മെയ്ഡ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ. അതൊരു ഇതൊരു മീഡിയം ലെവൽ ഷുഗറാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് 4 ആക്കാം. മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാൻ, കുഴപ്പമില്ല. ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം. ഇതൊരു 8 പേര് 10 പേര് അടങ്ങുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പി. ഓക്കെ.